ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവവിശ്വാസികളും ദൈവഭയമുള്ളവരും ആയിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരം ആകുമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ ഇരുളും വെളിച്ചവും ഉള്ളതുപോലെ, നന്മയും തിന്മയും ഉള്ളതുപോലെ, ധാന്യങ്ങളിൽ നെല്ലും പതിരും ഉള്ളതുപോലെ ഈ ലോകം നല്ലവരായ മനുഷ്യരെ കൊണ്ടും ദുഷ്ടന്മാരായ മനുഷ്യരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് നല്ലവനായി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അല്ല പലപ്പോഴും നാം ജീവിക്കുന്ന ഈ ലോകത്തിലുള്ളത്. എന്നാൽ നമ്മുടെ സാഹചര്യം എത്ര കാഠിന്യമേറിയതാണെങ്കിലും ദൈവത്തെ നോക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതായിരുന്നു പ്രവാചകനായ മീഖായുടെ പ്രസ്താവന. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ നാം പഠിക്കുമ്പോൾ മീഖാ തന്നിലേക്ക് തന്നെ നോക്കി. 1-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം, എൻ്റെ ജീവിതം ദുരിതം നിറഞ്ഞതാകുന്നു. സ്വയശോധന എപ്പോഴും നല്ലതാണ്. അവനവനിലേക്ക് തന്നെ ഒന്ന് നോക്കുക. ഒത്തിരി കുറവുകളുണ്ടാവും, ഒത്തിരി പോരായ്മകൾ കണ്ടുപിടിക്കാൻ പറ്റും. ആരും തികഞ്ഞവരല്ലല്ലോ. ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും നമ്മൾ ആരും നീതിമാന്മാർ എന്ന് വരികയില്ല. പ്രവാചകൻ സ്വയശോധന നടത്തി കണ്ടുപിടിച്ചു, എനിക്ക് അയ്യോ കഷ്ടം. അടുത്തതായിട്ട് താൻ മറ്റുള്ളവരെ നോക്കുകയാണ്, സമൂഹത്തിലേക്ക് നോക്കുന്നു. ആ സമൂഹത്തിൽ ഭക്തന്മാരുണ്ട്, അഭക്തന്മാരുണ്ട്, എല്ലാവരെയും നോക്കുകയാണ്. 2-ാം വാക്യത്തിൽ പറയുന്നു, ഭക്തന്മാർ ഭൂമിയിൽ നിന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവർ ആരും ഇല്ല, അവരൊക്കെ രക്തത്തിനായിട്ട് പതിയിരിക്കുന്നവരാണ്. ഓരോരുത്തൻ താൻ്റെ സഹോദരനെ കുടുക്കിൽ വലവെച്ച് പിടിക്കുവാൻ നോക്കുന്നത് പോലെ ശ്രമിക്കുകയാണ്. ന്യായാധിപന്മാരെ നോക്കിയപ്പോൾ അവർ പ്രതിഫലം ചോദിക്കുന്നതായിട്ട് കാണും. മഹാന്മാരായിട്ടുള്ള മനുഷ്യർ, അവരുടെ മനസ്സിലെ ദുരാഗ്രഹം ഇവിടെ പ്രവാചകൻ കാണുകയാണ്. ഉത്തമന്മാരായ മനുഷ്യരെ പോലും താൻ ശ്രദ്ധിച്ചപ്പോൾ അവരെല്ലാം മുൾപ്പടർപ്പ് പോലെ എന്നാണ് കണ്ടിരിക്കുന്നത്. വല്ലാത്തവരായ മനുഷ്യന്മാർ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ താൻ ചെയ്ത കാര്യം, താൻ ദൈവത്തിങ്കിലേക്ക് നോക്കി. നമ്മുടെ സമൂഹം കുറ്റമറ്റതല്ല. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പുഴുക്കുത്തുകളുണ്ട്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളിലും സഭാ നേതൃത്വങ്ങളിലും സഹപ്രവർത്തകരിലും ഒക്കെ ഈ പുഴുക്കുത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നല്ലവരായ മനുഷ്യരെയും അവിടെ കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഒരാത്മീക ജീവിതം സാധ്യമാണോ? പ്രാർത്ഥനയിൽ എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? മീഖാ പ്രവാചകൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. മാറിടത്ത് ശയിക്കുന്നവരോട് പറയാതെ വണ്ണം നിൻ്റെ വായുടെ കതക് നീ കാത്തുകൊള്ളണം. കാരണം മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും എതിർത്തു നിൽക്കുന്നു. മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെയാണ്. 7-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. വീട്ടുകാർ തന്നെ ശത്രുക്കളായിട്ട് മാറുന്ന അനുഭവം. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല എന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ 7-ാം വാക്യത്തിൽ ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കും, പൂർണ്ണതയുള്ള പരിശുദ്ധനായ
മഹാദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ പ്രവാചകന് കർത്താവ് കൃപ കൊടുത്തു. ദൈവത്തിനായിട്ട് കാത്തിരിക്കാൻ അദ്ദേഹം ഇവിടെ ഉത്സാഹിക്കുകയാണ്. തൻ്റെ പ്രാഗൽഭ്യം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലും ചുറ്റും അനാത്മികരുടെ ഒരു പട തന്നെ ഉള്ളപ്പോൾ, വീട്ടുകാർ തന്നെ ശത്രുക്കളായിട്ട് നിൽക്കുമ്പോൾ, ആരോടും ഹൃദയരഹസ്യങ്ങൾ പോലും പങ്കിടുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവത്തെങ്കിലേക്ക് നോക്കുകയും ദൈവത്തിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയ നൊമ്പരങ്ങൾ ദൈവം അറിയുന്നു. ദൈവം അവർക്ക് വേണ്ടി എഴുന്നേൽക്കും. പ്രിയരെ, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് എല്ലാവരും ആത്മീകരായിട്ട് വീട്ടുകാരുടെ മുഴുവൻ സഹകരണമുണ്ടായിട്ട് ഒരിക്കലും നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം ജയകരമായിട്ട് നയിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കി നമുക്ക് ശക്തി പ്രാപിക്കാം, ദൈവത്തിനായിട്ട് കാത്തിരിക്കാം. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. വചനപ്രകാരം ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തിനായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും എന്നുള്ള ഉറപ്പോടെ ജീവിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.